ഞാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ആരും ചെയ്യാൻ മടിക്കുന്ന കുറെ വർക്കൗട്ടുകളെ ചെയ്യാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ കണ്ടിട്ട് ഇതാരും അനുകരിക്കരുത്. ദിസ് വീഡിയോ ഇസ് ഡൺ ബൈ എ ട്രെയിൻഡ് പ്രൊഫഷണൽ. സോ കുട്ടികളായാലും മുതിർന്നവരായാലും ഇതൊന്നും കണ്ട് അനുകരിക്കരുത്, ആരും വീട്ടിൽ ചെയ്യരുത് എന്ന് അപേക്ഷിക്കുന്നു. ഇതിൽ ഞാൻ 5 വർക്കൗട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത് ഈസി, പിന്നെ മീഡിയം, പിന്നെ ഹാർഡ്. സോ ആദ്യം ലെവൽ 1 വെയ്റ്റഡ് വാൾ സിറ്റ്. ഞാനിങ്ങനെ ഇരിക്കും, സിലിണ്ടർ 2 എടുത്ത് എൻ്റെ മടി വെക്കും, അങ്ങനെ 1 മിനിറ്റ് ഞാൻ ഇരിക്കണം. അതാണ് വാൾ സിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടൈമർ ഓണാക്ക്, പെട്ടെന്ന് ഓണാക്ക്. വാൾ സിറ്റ് ഇരിക്കുവാണ്, ടൈമർ ആക്കി മുഴുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. അയ്യോ, 1 മിനിറ്റ് നമ്മൾ ഇരിക്കണം, അതാണ് നമ്മുടെ ചലഞ്ച്. അയ്യോ, എത്ര മിനിറ്റ് ആണോ? 5 സെക്കൻഡ് ആയുള്ളൂ. ഇനിയും കിടക്കുന്നു. എന്നെ കാണാൻ പറ്റുന്നുണ്ടോടാ അതിനകത്ത്? തല ഗ്യാസിന്റെ ഓണമൊക്കെ വരുന്നുണ്ട്, ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് താഴെ ഇരിക്കുന്നത് ഫുൾ കുറ്റിയാ, ഫുൾ സിലിണ്ടറാ. ഇപ്പോൾ മേടിച്ചേ ഉള്ളൂ. മേളിൽ ഇരിക്കുന്നത് പകുതിയായി, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അയ്യോ, എന്നാൽ ലെഗ് അടിച്ചുകൊണ്ട് കാലൊക്കെ നല്ല വേദന എടുക്കുന്നത്. പുല്ലിതങ്ങനെ തറ വീണ് കഴിഞ്ഞാൽ ടൈല് പൊട്ടുമല്ലോ. എത്ര മിനിറ്റ് ആടാ? 46. അയ്യോ ഗൈസ്, ഇത്രയും സഹായിക്കുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ. നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കാൻ. പെട്ടെന്ന് മാറ്റി, ആദ്യത്തെ മേളിൽ എടുത്ത് മാറ്റി. അയ്യോ, അപ്പൊ നമ്മള് ഫസ്റ്റ് ലെവല് കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റ് ലെവൽ തന്നെ എത്രയും പാട്. ഇനി നമ്മൾ ലെവൽ 5 ഉണ്ട്, ലെവൽ 5 ഹാർഡ്. ഇത് ഹാർഡ്, ഇത് ഈസിയാ, ഇത് ഈസി ലെവലാ. ഇനി ലെവൽ 2 കുറച്ചും കൂടെ പാടായിരിക്കും. ലെവൽ 3 മിഡ്, ലെവൽ 5 ആണ് ഏറ്റവും ഹാർഡായിട്ടുള്ള ചലഞ്ച്. ഇനിയാണ് ലെവൽ 2 വെയ്റ്റഡ് സിംഗിൾ ഹാൻഡ് പുള്ളപ്പ്. സിലിണ്ടർ കെട്ടി തൂക്കി 1 ഹാൻഡ് പുള്ളപ്പ് എളുപ്പമായിരിക്കും വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം നമുക്ക്. പറ്റത്തില്ല. അങ്ങനെ 5-6 വട്ടം ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഷെയ്ഡിൽ ഗ്രിപ്പ് കിട്ടതില്ല കൈക്ക്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അനിയൻ്റെ പുള്ളപ്പാറ് കുറച്ചും കൂടെ മേലോട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ മാക്സിമം മുറുക്കിയിട്ടുണ്ട്. ഹോപ്പ് ഇത് വീഴത്തില്ല എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാൻ പോവാണ്. 1 2 3. അങ്ങനെ 3 പുള്ളപ്പ് അടിച്ച് നമ്മൾ ഒറ്റ കയ്യിൽ സിലിണ്ടർ കെട്ടി തൂക്കി. അങ്ങനെ നമ്മൾ സെക്കൻഡ് ചലഞ്ച് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മുടെ തേർഡ് ലെവൽ, ലെവൽ 3 നക്കിൾ പുഷപ്പ് ഓൺ ഹാർഡ് സർഫസ്. സോ അടുത്തത് നക്കിൾ പുഷപ്പാണ്. നക്കിൾ പുഷപ്പ് വെറുതെ എടുക്കുമല്ല, 30 നക്കിൾ പുഷപ്പ് എടുക്കണം. ഈ സിമെന്റ് തറയിൽ ഈ ചുടുകട്ട അല്ല സിമെന്റ് കട്ട പൊട്ടിച്ചിട്ട് ആ ഒരു മണ്ണിനകത്ത് ചെയ്യണം. പുഷപ്പ് എടുക്കാൻ പോവാണ്. ഓക്കെ, 30 നക്കിൾ പുഷപ്പ് എടുക്കാൻ പോവാണ്, അതും ഈ സിമെന്റ് തറയിൽ. കൈയെല്ലാം പോച്ച്. അയ്യോ, കുഴിഞ്ഞു വേണ്ട. നമ്മുടെ കൈ കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഓ, കല്ലെല്ലാം കീറി ചതഞ്ഞ് കൈയൊക്കെ. ലെവൽ 4 ഇറ്റ്സ് എ ഹാർഡ് ചലഞ്ച് 100 പുഷപ്പ് ഓൺ അയൺ നെയിൽ. ഈ ഒരു ആണിക്കകത്ത് നമ്മൾ പുഷപ്പ് അടിക്കും. 100 പുഷപ്പ് വിത്ത് ആണി. കൈക്ക് വലിയ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പറിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അയ്യോ, ആണി വളഞ്ഞ്. നമുക്ക് കുറച്ചും കൂടെ കട്ടിയുള്ള പലകയിലടിക്കാൻ. ഇത് കട്ടിയില്ലാത്ത ടൈപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പലകയ്ക്കകത്ത് അടിച്ചു, പക്ഷെ പലയ്ക്ക് ഇച്ചിരി നീളം കൂടിപ്പോയി. അങ്ങനെ പ്രശ്നം മാത്രമേ ഉള്ളൂ.
നമ്മളങ്ങനെ 2 പുഷപ്പ് എടുത്തിരിക്കുന്നു. അങ്ങനെ ടാസ്ക് 4 കംപ്ലീറ്റഡ്. ലെവൽ 5 സ്ക്വാഡിങ് യൂസിങ് എ ലോഗ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാതിരുന്നത് പ്ലാങ്കാ. ഇങ്ങനെ കൈ നമ്മൾ പ്ലാങ്കായിട്ട് വെക്കുന്ന സ്ഥലം ഈ ആണി തടിക്കഷ്ണത്തിൽ വെച്ചിട്ടാണ്. പക്ഷേ നമുക്ക് ഇനഫ് ആണി ഇല്ല, കുറച്ചാണേ ഉള്ളൂ. ഇനി ആണി മേടിക്കാൻ എനിക്ക് പോകാൻ വയ്യ. സോ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ആണിക്കകത്ത് നിന്ന് പ്ലാങ്ക് അടിക്കുന്ന വീഡിയോ എടുക്കാം. സോ നമുക്ക് ലെവൽ 5 ആയിട്ട് നമ്മൾ വേറൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാ സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലെവൽ 5 എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന തടിക്കഷ്ണം കണ്ടോ? ഈ കിടക്കുന്ന തടിക്കഷ്ണം കണ്ടോ? ഈ കിടക്കുന്ന തടിക്കഷ്ണം കൊണ്ട് നമ്മൾ സ്ക്വാട്ട് ചെയ്യാൻ പോവാണ്, വെയ്റ്റഡ് സ്ക്വാട്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാർഡസ്റ്റ് ലെവൽ ചലഞ്ച്. ഹാർഡസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡസ്റ്റ് അല്ല, പക്ഷെ നമ്മുടെ ഹാർഡസ്റ്റ് ആ നെയിലിനകത്തുള്ള പ്ലാങ്ക് ആയിരുന്നു. അത് നമുക്ക് ക്യാൻസൽ ആയ സ്ഥിതിക്ക് ഇത് നമുക്ക് ഹാർഡസ്റ്റ് ആയിട്ടുള്ളതായിട്ട് ചലഞ്ചായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഒന്ന് പൊക്കി സഹായിക്കുമോ പ്ലീസ്? ഇത് വെച്ച് നമ്മൾ 20 സ്ക്വാട്ട് അടിക്കാൻ പോവാ. ഓക്കെ, കൗണ്ട് ചെയ്യണേ. 1 എത്രയായി? അയ്യോ, എളുപ്പമെന്ന് വിചാരിച്ചു ഞാൻ. ഇച്ചിരി പാടാ കേട്ടോ, ഫ്രണ്ടിൽ പേര്. ഓക്കെ ഗൈസ്, അപ്പം ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിനക്കെന്താ പ്രാന്താണോ ഇതൊക്കെ ചെയ്യാൻ? ബ്രോ, നമ്മുടെ ലൈഫിൽ നമ്മുടെ ലിമിറ്റ് പുഷ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും നമുക്ക് ലൈഫിൽ എത്രത്തോളം സ്ട്രോങ് ആവാൻ പറ്റുമെന്നും. എന്ന് പറഞ്ഞ് നാളെ മുതൽ എല്ലാവരും ഈ വർക്കൗട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, ബട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് കംഫോർട്ട് സോൺ ആൻഡ് പുഷ് യുവർ ലിമിറ്റ്സ്.